എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. മലയാളി മങ്ക പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഷോയ്ക്ക് മുൻപുള്ള ഷോ ആണ് ഇനി കാണാൻ പോകുന്നത്. രാവിലെ എണീറ്റ് സ്കിൻ കെയർ എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് ഐസൊക്കെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി രാവിലെ എണീറ്റ ഉടനെ മുഖത്ത് ഇങ്ങനെ ഐസ് വെച്ച മുഖത്തെ പഫിനെസ് കുറയും എന്നാണ് ഇവർ ആധികാരികമായി പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അഥവാ ധാരണ ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യാറില്ല. നമ്മൾ പൊതുവെ പെൺകുട്ടികൾ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുഖത്തിൽ ഞാനൊരു താജ്മഹാൾ പണിയുന്നൊക്കെ. കല്യാണം ആയിക്കോട്ടെ, ഗേൾസ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന എന്തൊരു പരിപാടി ആയിക്കോട്ടെ, ദ ബെസ്റ്റ് പാർട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരുങ്ങുന്ന പരിപാടിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. വലിയ ഈഗോ ഒന്നും ഇല്ലാണ്ട് നമ്മളെല്ലാവരെയും കാണാൻ സുന്ദരികളായിരിക്കണം, നമ്മളെല്ലാവരും മെയിൻ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കില്ലേ, അത് നല്ല രസമാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുക്കാൻ താഴെ പോയ ഗ്യാപ്പിൽ ഇവരിങ്ങനെ ഔട്ട്ഫിറ്റൊക്കെ ചെക്ക് ചെയ്യാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാം ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയില്ലേ, അതൊക്കെ നോക്കി ഒന്ന് ചെക്ക് ചെയ്യാണ് ചിത്രയും മാളും. ഒരുങ്ങി വന്നപ്പോൾ നമ്മുടെ മാളുവിനെ കാണാൻ ഒരു കല്യാണ പെണ്ണിൻ്റെ ലുക്കുണ്ട്. അവളുടെ ഡ്രൈവറായിട്ട് ഞാനും, അതായത് കല്യാണ പെണ്ണിൻ്റെ സാരിയൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഒരു അനിയത്തിയായിട്ട് നമ്മുടെ ചിത്രയും. അതുപോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടമായി. മുടി പോലും ഇങ്ങനെ കട്ടാൻ പറ്റാത്തൊരു സങ്കടമാണ്. ശരിക്കൊരു നവവധുവിനെ പോലെ ഉണ്ട്. ശരിക്കും 3 കൊല്ലം പഴക്കമുള്ള മാളു ഇങ്ങനെ ഒരു ബ്രൈഡിനെ പോലെ ഒരുങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്ന പാട്ട് ഇതായിരുന്നു. ഞാൻ രാങ്കൊച്ചാണ് കെട്ടിയത്. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഞാനൊരു സൗന്ദര്യ ആസ്വാദകയാണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ഭംഗിയുണ്ടെങ്കിൽ ഞാനതിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ മലയാളി മങ്ക 2025 വേദിയിലെത്തി ജഡ്ജസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത്. Give it up, people. That's Mrs. India 2022 worldwide and Miss Kerala 2024. The two astonishing queens in the industry. To witness the tremendous, beautiful Manga Princesses contestants. Judges, please note this is a group walk. Group walk is just to give you a glimpse. അണിഞ്ഞൊരുങ്ങി വന്ന മലയാളി മങ്കമാരുടെ ഗ്രൂപ്പ് വാക്കാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. വരിയായിട്ട് ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രൂപ്പ് വാക്ക് കഴിഞ്ഞു. ഇനി ഇൻഡിവിജ്വൽ വാക്കാണ്. നേരമാർഗം നടക്കാൻ അറിയാത്ത ഞാൻ റാമ്പിൽ കിടന്ന് എന്തൊക്കെയോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ടൈമായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ഞാൻ. നന്നങ്ങാടികളും മുനിയറകളും ചരിത്രമുറങ്ങുന്ന തോലൻ്റെ കട്ടിലും ഉൾപ്പെടുന്ന തോലനൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒരു 29 വയസ്സുകാരിയെ സംബന്ധിച്ച് സ്വന്തമായ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ നിറവിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ താങ്ക് യു സോ മച്ച്. എൻ്റെ മുന്നിൽ വരുന്ന രോഗികളുടെ മാനസികവും ശാരീരികവുമായ സൗഖ്യം എന്നതിനേക്കാൾ ഉപരി ഒരുപാട് ആളുകൾക്ക് എസ്പെഷ്യലി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട് പബ്ലിക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒട്ടനേകം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സ്ഥാപനം നടത്തി വരുന്നു. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പാട്ട്, കഥ, മോണോ ആക്ട്, പ്രസംഗം,
ഡാൻസ് മുതലായ എല്ലാ മേഖലകളിലും ഞാൻ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സൗഹൃദ വലയങ്ങളാൽ സമ്പന്നമായ എനിക്ക് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ബാഹ്യ സൗന്ദര്യവും ആഭ്യന്തര സൗന്ദര്യവും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അഹല്യ FM ഒരുക്കിയ മലയാളി മങ്ക 2025 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ എന്നോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം. അങ്ങനെ പഠിച്ചു വെച്ചതൊന്നുമല്ല, പക്ഷെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തേലുമൊക്കെ വായി തോന്നിയത് പറയും. അതൊക്കെയാണ് നിങ്ങൾ കേട്ടത്. ദേ അടുത്ത് കുണുങ്ങി കുണുങ്ങി വരുന്നത് ആരാ നോക്കിക്കേ, ചിത്ര ആർജെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്ര ആർജെ. ഞാൻ പാലക്കാടുകാരി തന്നെയാണ്. ഞാൻ കുറച്ചു കാലമായി ഡൽഹിയിലാണ്. ഞാൻ അവിടെ MD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നോർമലി സ്റ്റേജിൽ കയറാറുള്ളത് ഒരു പ്രോഗ്രാം ഓർഗനൈസർ ആയിട്ടും അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ആയിട്ടൊക്കെയാണ്. ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഞാൻ ഇതാ റാമ്പ് വാക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഇതുപോലെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എനിക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇത്രയും കറേജ് കാണിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇറ്റ് ടുക്ക് 28 years ടു ബി ഇത്രയും കറേജ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 28 വർഷം എടുത്തു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ഒക്കെയാണ്. സോ എൻ്റെ ലൈഫിൽ ഈ ഇയറിലെ ഏറ്റവും വലിയ പുതിയ കാര്യം എന്ന് പറയുന്നത് ഈ റാമ്പ് വാക്കാണ്. സോ താങ്ക് യു അഹല്യ FM ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി കണ്ടസ്റ്റൻസ് ഔട്ട് ഹിയർ. താങ്ക് യു. ചിത്ര പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ്. റാമ്പ് വാക്ക്, ബ്യൂട്ടി കോൺടെസ്റ്റ്, ഇതൊന്നും നമ്മുടെ മനസ്സിലോ നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു സംഭവമാണ്. എന്തോ ഒരു ബുദ്ധിയില്ലായ്മയുടെ പുറത്താണ് ഇപ്പം ഞങ്ങൾ 3 പേരും ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റൈലായി നടന്നു വന്ന എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയാണ് നമ്മുടെ മാളുമങ്ക. എൻ്റെ പേര് മാളവിക. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓണാട്ടുകരയിലെ വിശ്വപ്രസിദ്ധമായ പരബ്രഹ്മത്തിൻ്റെ നാടായ ഓച്ചിറയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇന്ന് ഈ വേദിയിൽ ഞാൻ വന്നു നിൽക്കാൻ കാരണം മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. വളരെയധികം പനി പിടിച്ച് മൂടി പുതച്ച് കിടന്ന ഞാൻ കഴിഞ്ഞ ദിവസത്തെ 7:30-ക്കുള്ള ജനശതാബ്ദി പിടിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ ആഗ്രഹം ഞാനല്ലാതെ മറ്റാരും സാധിച്ചെടുക്കത്തില്ല. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ഒരു ആസ്പയറിംഗ് ആക്ട്രസും മോഡലും കൂടിയാണ്. മുക്തിദ ആയുർവേദ എന്ന ഒരു ഹെൽത്ത് റിലേറ്റഡ് യൂട്യൂബ് ചാനലും ഡോക്ടർ വയലറ്റ് പ്രിൻസസ് എന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് യൂട്യൂബ് ചാനലും പാരലലി റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുമാത്രമല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ഡയറ്റീഷ്യൻ കൂടിയാണ്. എൻ്റെ മുന്നിലുള്ള രോഗികളെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ രോഗശാന്തിയും വരുത്തുന്നതോടൊപ്പം തന്നെ എവിടെ ക്യാമറ കണ്ടാലും വിട്ടുകൊടുക്കാത്ത ഒരു പ്രതീകമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വയ്യാതെ ഇരുന്നിട്ടും ഞാൻ ആകെ പ്രാർത്ഥിച്ചത് കുറച്ച് ശബ്ദമെങ്കിലും ബാക്കി എനിക്ക് ഇന്നിവിടെ വന്ന് സംസാരിക്കുവാൻ കിട്ടണേ എന്നാണ്. സോ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ബെസ്റ്റ് വിഷസ്. സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടർന്ന് നമ്മൾ നടത്തുന്ന ഒരു യാത്രയാണ് ജീവിതം. അങ്ങനെ തന്നെയല്ലേ മറ്റുള്ളവർക്ക് നമുക്ക് പ്രചോദനം നൽകാനും സാധിക്കുന്നത്. സ്വന്തമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാവരും സെൽഫ് ലവിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്വന്തം ആഗ്രഹങ്ങൾ, എസ്പെഷ്യലി വുമൺ, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്വന്തം കാര്യങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സ്വഭാവമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതുപോലെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും മുന്നോട്ടിറങ്ങി അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ മാളവിക PS. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫൈനൽ റൗണ്ടിലേക്കുള്ള സെലക്ഷൻ ആണ്. ഫുട്ബോൾ മത്സരത്തിന്റെയൊക്കെ ഫലം പ്രവചിക്കില്ലേ, അതുപോലെ ചിത്രം എന്തൊക്കെയോ പറയും. ഇവിടെ അടുത്ത റൗണ്ടിൽ പോകണ്ട. ഇതിന്റെ ടൈം എനിക്കറിയില്ല. ഇപ്പൊ 4:42 സമയം. ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ ശ്രീലക്ഷ്മി ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലായിരിക്കും. മാളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാവും അവരുടെ വീഡിയോ എടുത്തിട്ട്. ചിത്രയുടെ പ്രവചനം ശരിയാകുമോ? നമുക്ക് First contestant who's securing the place in the top 15 finalists of
Malayali Manga, powered by Thangalakshmi Chit Funds Private Limited and Swayamvara Silks. We have contestant number 8, Parvati Nag. 27, Ageshta. Securing the next spot, contestant number 30, Sri Lakshmi S. Round support area work. Our next finalist is contestant number 32, Malavika PS. ഈ ഒരു മൊമെൻറ്റ് ഭയങ്കര പ്രഷ്യസ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് രണ്ടുപേരും ഫൈനലിസ്റ്റ് എത്തി. അതും അടുത്തടുത്തത് എങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അടിച്ചു മോനേന്നും പറഞ്ഞിട്ടൊരു നോട്ടമുണ്ട്. പൊട്ടന് ലോട്ടറി അടിച്ച എക്സ്പ്രഷനാണ് രണ്ടിനും. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ റൗണ്ടാണ്. Hello. Hi, ma'am. Yeah. Do you think money can buy happiness? Thank you for the question, ma'am. According to me, money can bring happiness. Especially, ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ഹാപ്പിനെസ്, ഒരു ചിക്കൻ ബിരിയാണി വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു കോലുമിഠായി വേണമെങ്കിലും ഇന്ന് പൈസ ഇല്ലാതെ പറ്റില്ല. ഒന്ന് ഫോൺ റീചാർജ് ചെയ്യണമെങ്കിലോ ഒരു ഡയപ്പർ വാങ്ങണമെങ്കിലോ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ എത്ര ഭയാനകമാണ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, ആരെ സംബന്ധിച്ചും മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ്. ആൻഡ് ആഫ്റ്റർ ഓൾ ഐ കൺക്ലൂഡ്, മണി മാത്രമല്ല, എത്ര പൈസ കിട്ടിയാലും സമാധാനവും സ്വസ്ഥതയും കിട്ടാത്ത മനുഷ്യന്മാരും നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് സമാധാനവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന പൈസ എന്താണോ അത് തന്നെയാണ് ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച്. Thank you, Sri Lakshmi. ഈ ചോദ്യത്തിന് എൻ്റെ ഉത്തരത്തിനോട് പലർക്കും യോജിപ്പുണ്ടാവും, യോജിപ്പില്ലാതിരിക്കാം. എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ മാളുവിനോടുള്ള ചോദ്യം കേൾക്കാം. നിങ്ങൾക്ക് കാലങ്ങളായി വിശ്വസിച്ച ഒരു കാര്യം അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് മാറ്റി ചിന്തിക്കേണ്ട വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ട വന്നത് അങ്ങനെ? താങ്ക് യു മാം ഫോർ ദി ക്വസ്റ്റ്യൻ. യെസ്, അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു 3 വർഷമായി വിവാഹിതയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാഷനും പ്രൊഫഷനും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രൊഫഷനും എല്ലാവരും ചോദിക്കാറുണ്ട്, എന്നാൽ പിന്നെ ആക്ടിങ്ങിൽ ഇറങ്ങിക്കൂടെ, മൊത്തത്തിൽ എന്തുകൊണ്ടാണ് ഡോക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ മുൻപ് പറയാൻ പറ്റിയില്ല, പക്ഷെ ഞാനൊരു ബിഗ് സ്ക്രീനിൽ ഞാൻ കയറിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഉപചാരപൂർവ്വം ഗുണ്ടാജി എന്ന് പറഞ്ഞ് സൈജു കുറുപ്പ് ആക്ട് ചെയ്ത സിനിമയിൽ ഒരു ചെറിയൊരു വേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രൊഫഷൻ മാറ്റി ചിന്തിച്ചിട്ട് പാഷൻ്റെ പുറകെ പോയിക്കൂടെ എന്ന്. പക്ഷേ അപ്പോഴും ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഷന് മുന്നോട്ട് പോകാൻ പാടില്ല. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പം എൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് എൻ്റെ കൂടെ വന്നപ്പോൾ എൻ്റെ മാം തന്നെ ഭർത്താവിനോട് പറയാണ്, പുള്ളിക്കാരിയോട് പറ കേട്ടോ, ഇനി ഡാൻസും പാട്ടും കൂത്തൊന്നും വേണ്ട, ഡോക്ടറല്ലേ. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ മൊത്തം നമ്മുടെ മാളു ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുകയാണ്. മാത്രമാണ് എൻ്റെ സുഹൃത്താണ് ഈ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഒരാൾ മാത്രം വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് അഹലിയിൽ വന്നത്. വെറുതെ ഞാൻ നെക്സ്റ്റ് മന്ത് 9th US പോവാണ് എൻ്റെ ഹസ്ബൻഡ് അടുത്ത്. ഇതായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. ഇവൾ എന്തിനാ എൻ്റെ പേരൊക്കെ പറയുന്നത്? നല്ല നല്ല സുഹൃത്ബന്ധങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ചിന്തിച്ചിട്ടുണ്ട്, അത് മാറ്റി ചിന്തിച്ചത് തന്നെ. ഏതോ സിനിമയിൽ ജഗതി പറയുന്ന പോലെ നീണ്ട കഥ, നീണ്ട കഥ. ഞാൻ കളിയാക്കുന്നത് ചുമ്മാതാട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലരും ബ്ലാങ്ക് ആവാറാണ് പതിവ്. പക്ഷേ ബ്ലാങ്ക് ആവാതെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അങ്ങനെ മലയാളി മങ്ക 2025 റിസൾട്ട് അനൗൺസ് ചെയ്തു. ഈ കുട്ടിയാണ് വിന്നർ. ഇനി വിന്നറും അതുപോലെ റണ്ണറപ്പും കൂടിയിട്ടുള്ള ഒരു റാമ്പ് വാക്ക് കാണാം നമുക്ക്.
വിന്നേഴ്സ് ആവാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ ഒന്നും സ്വപ്നങ്ങളിൽ പോലും റാംബോക്കോ ബ്യൂട്ടി കോൺടെസ്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയൊരു കാര്യം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമ്മൾ മൂന്ന് പേർക്കും. ഒപ്പം നല്ല ക്ഷീണമുണ്ട്. ഈ മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ തലവേദനയാണ്. മൂന്ന് പേരും എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഒന്ന് ഉറങ്ങിയാൽ മാത്രമേ ശരിയാവുള്ളൂ. നല്ല ഉറക്കം വരുന്നുണ്ട്. നല്ല ക്ഷീണമാണെങ്കിലും ഫോൺ നോക്കി ടാറ്റ ബൈ ബൈ എന്നും പറയാൻ ആർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. പോലെ അങ്ങനെ പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകുമ്പോൾ ഇനി മാളു അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഒരു വികാരഭരിതമായിട്ടുള്ളൊരു യാത്ര പറച്ചിൽ കൂടിയുണ്ട്. എല്ലാം എടുക്കണം. അമേരിക്കയിൽ പോകുമ്പോ ഈ പാവങ്ങളൊന്നും മറക്കല്ലടേ. ഈ പാവങ്ങളൊന്നും മറക്കരുത് കേട്ടാ. അപ്പൊ ഉമ്മയൊക്കെ തരാം. അങ്ങനെ കല്യാണത്തിന് ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യും. ഇനി കണ്ണീരൊന്നും വേണ്ട, ഇടതെഞ്ചിട്ടുള്ളും താളം. ഈ ഊളകളെ കൊണ്ട് ശല്യായിട്ടുണ്ട്. അടുത്ത പ്രഹസരെ കാണാം. കിഡ്നി ടച്ചിങ് മൊമെന്റ്സ്. ഓരോ യാത്ര പറച്ചിലുകളെ. ടാറ്റ സുഹൃത്തുക്കളെ, ഞാൻ മറ്റന്നാവരെ അമേരിക്കൻ അമ്മായി ടാറ്റ. അങ്ങനെ ഈ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ടാറ്റ ബൈ ബൈ.